ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ കണ്ടിട്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു, നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടണേന്ന്. ഇനിയും ഞാൻ നെക്സ്റ്റ് ടൈം ഒത്തിരി താമസിക്കുവാണെങ്കിൽ അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനൊരു കുറച്ചൊരു അരക്കപ്പ് പോലും ഇല്ല. കാരണം ഒരു നേരത്തേക്കിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മതിയല്ലോ, ചോറിന് വേണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഒരു 1/4 കപ്പോളം ഒരു പിടിയോളം തൊമരയും ഒരു 3-4 ടൊമാറ്റോയും ഒരു 2 സവാളയും അത്രയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്നീ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ഞാൻ ചെയ്തത് എല്ലാം കൂടെ പൊടികൾ, എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും 2 ടീസ്പൂൺ കടലമാവ് കൂടെ ഒന്ന് ചൂടാക്കി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് എല്ലാം കൂടെ വിസിലടിച്ച് 3-4 വിസിലടിച്ചെടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ തിക്നെസ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർക്കാമേ. നമ്മൾ കടലമാവ് ചേർക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ കടുക് വറുത്ത് ചേർത്താൽ മതി. അങ്ങനെ ചെയ്ത് പിന്നെ ലാസ്റ്റിൽ എൻ്റെ ജാഗരിയുടെ പൗഡർ ഉള്ളതുകൊണ്ട് ജാഗരി പൗഡർ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ഇടാം. ശർക്കര ഇതൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി ഷുഗർ ചേർക്കാം. ഒരു സ്വല്പം മധുരം കൂടെ ഉള്ളതാണ് ഈ കൊച്ചനിഷ്ടം. പിന്നെ ഇന്നത്തെ വീഡിയോ, ഈ കാണിക്കുന്ന വീഡിയോ 2 ദിവസമായ വീഡിയോ. അന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. വയ്യാന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പെണ്ണുങ്ങൾക്ക് വരുന്ന അതായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര ഹെവി ബ്ലീഡിങ് ഒക്കെയായിരുന്നു. ഞാൻ അന്നേരം ചിന്തിക്കുമായിരുന്നു, എണീറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അങ്ങ് എണീറ്റ് ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെയായിരുന്നു. രാവിലെ ഒരു തരത്തിൽ തത്തിക്കൂട്ടി അന്ന് വെളിയിൽ നിന്ന് വട വാങ്ങിച്ച്, അതിൻ്റെയൊന്നും വീഡിയോ എടുത്തില്ല. ഉച്ചയ്ക്ക് പിന്നെ തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്ത് ചപ്പാത്തി, പിന്നെ വൈകിട്ട് എണീറ്റ് ചെയ്ത്. അന്നത്തെ എല്ലാം മുട്ട ദിവസമായിരുന്നു. ഞാൻ അന്നേരം ചിന്തിക്കുമായിരുന്നു, ഒരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഒരു വയ്യാഴിയൊക്കെ ഒന്ന് പറയാമായിരുന്നു. ഈ ആൺകൊച്ചുങ്ങൾ നമ്മൾ എന്തോ പറയുന്നേ, വയ്യാന്ന് പറഞ്ഞ് കിടന്ന്. കാരണം എനിക്കങ്ങനെ എന്ന് വെച്ചാൽ അങ്ങ് തല കറങ്ങും, ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലീഡിങ് ആയിരുന്നു. ആ ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് 2 ദിവസം ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇനിയും അതും 2-3 മാസം എനിക്ക് വന്നില്ല, വരാതിരുന്ന് വന്നുകൊണ്ട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ആയിരിക്കാം ഇനി. അതുകൊണ്ട് കൊച്ചവൻ പറയുന്നത് എന്തോ ഈ പനിയാണെന്നോ. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ. പിന്നെ നമ്മുടെ സ്റ്റോറി കേട്ടിട്ട് ആദ്യം പറയും, സത്യസന്ധമായിട്ട് 3-4 പേര് അതിന് കമൻ്റ് ഇട്ട് നാട്ടിൽ ചോറ്റുപാത്രം കൊണ്ട് പോകുന്ന കാര്യം. ഓമനാൻറ്റി പറയുമായിരുന്നു, ഓമനാൻറ്റി ഇങ്ങനെ പോകുമായിരുന്നു. അവിടെ പോയി ഓമനാൻറ്റിയുടെ ഹോബി എന്ന് പറയുന്നത് ചെടിയിൽ നിന്ന് പൂവിച്ച് തലയെ വെക്കുമായിരുന്നെന്ന്. ഞങ്ങളവിടെ പോയി ഒരു വീട്ടിൽ ചെന്നാൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ പറക്കിക്കൊണ്ട് വരുമായിരുന്നു. വീട്ടിൽ വരുമ്പോൾ അറിയുന്നത് ഈ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലൂടെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് അബ്ബ അറിയുന്നത്. പിന്നെ ദിയ പറഞ്ഞു, ചേച്ചിയുടെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണ്, സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റോറി വേണം. ഞാനൊരു വേറൊരു തമാശ പറയാം. ഞങ്ങൾ സ്കൂളിലൊന്നും ബസ്സിൽ പോയിട്ടില്ല. സ്കൂളിൽ ഞങ്ങൾ നടന്നാണ് പോയിട്ടുള്ളത്. ഞാനത് കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കുമ്പോഴും ഞങ്ങൾ നടന്നാണ് പോകുന്നത്. കുറച്ച് നാട്ടിൽ ജോലി ചെയ്യുമ്പോഴും നടന്നാണ്. ഞങ്ങൾക്ക് വയലുണ്ട്, വയലിൽ കൂടെ കയറി ഒരു ഷോർട്ട് കട്ട് റോഡിൽ കൂടെ കയറി പോകുന്നത്. മൈൽ താണ്ടിയായിരുന്നു നമ്മൾ പോകുന്നത്. നമ്മളെത്ര കിലോമീറ്റർ നടക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും നടക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാല് ചിറമ്പി. അന്നേരം എനിക്ക് വയലിൽ കൂടെ ഒക്കെ നടന്നു പോകാൻ വയ്യാഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മേളിൽ ബസ് കയറി പോകാനും ഇച്ചിരി നടന്നു പോകണം. ബസ്സിൽ പോകായിരുന്നു. അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഈ ബസ്സിലെല്ലാം ഈ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ കയറും. അപ്പോൾ കണ്ടക്ടർ പറയും, മുമ്പോട്ട് നിൽക്കുക, ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, മുമ്പോട്ട് നിൽക്കുന്നു. പിള്ളേരാരും നീങ്ങത്തില്ല. അപ്പം കണ്ടക്ടർ എന്ന് ഡ്രൈവറുടെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞ്, ഒരു ദിവസത്തെ സംഭവം ഞാനിത്. കണ്ടക്ടർ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞതുമല്ല, ഞാനും ശരിക്കും നിൽക്കുമായിരുന്നു. ഞാനും ഇങ്ങാരൊരു ബ്രേക്ക് പിടിച്ചതും പുറകിൽ നിന്നത് ഇപ്പോഴും ഞാനത് ഇമാജിൻ ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. എനിക്കങ്ങ് ചിരിയാ ആ സംഭവം. എല്ലാം കൂടെ മുമ്പിച്ചെന്ന് അത് കുറേ നേരം മുമ്പോട്ട് നിൽക്കും. ഈ കണ്ടക്ടർമാരുടെയും കുഴപ്പമുണ്ട്. ബസ്സിൻ്റെ അകത്ത് എത്ര ആൾ തിങ്ങിത്തിരിഞ്ഞാൽ ഇവർ എത്രയും ഇടിച്ച് കയറ്റാമോ അത്രയും ഇടിച്ച് കയറ്റും. ഞാനന്ന് കമ്പിയെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കറങ്ങുമായിരുന്നു. കൈയോട് ഇതായി പോയത്. ഒന്നാമതെ കാല് ചിറമ്പി ബസ്സേ പോയത്. അന്നേരം കാണാം അന്ന് ഇങ്ങനൊരു സംഭവം.
അത് ഞാൻ ഇപ്പോഴും ഓർക്കും. എല്ലാവരും കൂടെ മുമ്പിൽ പോയി, ചിലത് ഡ്രൈവറിൻ്റെ അവിടെ ഉണ്ട്, അവിടെ വന്ന് വീണ്. പ്രതീക്ഷിക്കാത്ത ഒരു ബ്രേക്ക് പിടുത്തമല്ലായിരുന്നോ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. ഞാനത് പറഞ്ഞുകൊണ്ട് ഒത്തിരിയും പേർക്ക് പഴയ കാലങ്ങൾ, ഒത്തിരിയും പേരിലൊരു 4-5 പേര് പറഞ്ഞു പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നെന്ന്. ഓക്കെ, ഇന്നത്തെ സ്റ്റോറി ആയേ ബസ്സിലെ യാത്ര. അന്നേരം രാവിലെ ഞാൻ പറഞ്ഞില്ലേ വട സാമ്പാർ വാങ്ങിച്ചായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കയറി കിടന്നു. അന്ന് ഈ പിള്ളേർക്ക് അവധിയായിരുന്നു, ഗുരുനാനാക്ക് ജയന്തി എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരിവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്തു. പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല കുക്കിംഗ്. അപ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി വാങ്ങിക്കുന്ന ആൻറ്റിയുടെ നിന്ന് ചപ്പാത്തി വാങ്ങിച്ചത് കൊണ്ട് പിന്നെ ഞാൻ അന്നേരം ഒന്നും എണീറ്റില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ ചിന്തിച്ച് മുട്ട ഉണ്ടാക്കാമെന്ന്. ഇന്നെല്ലാം ഇവന്മാർക്ക് മുട്ട എങ്ങനെ കൊടുത്താലും മതിയല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത്തിരി സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഒരു 3-4 മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇച്ചിരി ഉപ്പിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കിയൊരു മുട്ടത്തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇവർ കൊച്ചുങ്ങളും ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. ഇതാകുമ്പം മെനക്കേട് പരിപാടിയില്ലല്ലോ, അവർക്കും സന്തോഷം, നമ്മൾക്കും റെസ്റ്റ് എടുക്കാം. ഒന്നാമത് എനിക്ക് ഇത്രയും ക്ഷീണം വന്ന് എനിക്ക് HB കുറവാണ്. HB കുറവായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മാണ്ട് പോയില്ലേ. പണ്ടുള്ളവരും അറിയത്തില്ലേ, ചേനത്തണ്ട് പോലെ മാണ്ട് പോയെന്ന്, ചേനത്തട, ചേമ്പുംതാള് തട പോലെന്ന്. അതുപോലെ മുട്ട ഇവിടെ കൊണ്ടുവരുന്ന പുള്ളിക്കാരൻ്റെ നിന്ന് വാങ്ങിക്കുന്നത് മുട്ട കുറവായിരുന്നു, 6 മുട്ട ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞാൻ പിന്നെ കഴിച്ചതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മുട്ട സ്റ്റാൻഡ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ പ്രൈസം മോനെയും കൊണ്ടുപോയി മുട്ടക്കടല. പിന്നെ ഈ പുള്ളി വൈകിട്ടല്ല വരത്തുള്ളൂ, അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് വേണമല്ലേ, അതുകൊണ്ട് പിന്നെ കൊച്ചിനെയും കൊണ്ട് പോയി ആ സ്റ്റാൻഡ് കൊണ്ടുപോയി കെട്ടിക്കൊണ്ട് വന്നു മുട്ടക്കടയിൽ. ഈ പുള്ളിക്കാരൻ കൊണ്ടുവരുന്നത് 220 വീട്ടിൽ കൊണ്ടു തരുന്നത്. നമ്മളന്ന് വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ടേ 190-95 എങ്ങാണ്ടായിരുന്നു. അത്രയും എക്സ്ട്രാ എടുക്കും ഇവർ വീട്ടിൽ കൊണ്ടു തരുമ്പം. അങ്ങനെ മുട്ടത്തോരനൊക്കെ റെഡിയായി. പിന്നെ ഉച്ചയ്ക്ക് ഇവർക്കെല്ലാം കൊടുത്തു. എനിക്ക് കഴിക്കാൻ തോന്നിയില്ല, ഞാൻ കഴിച്ചില്ല, ഞാനങ്ങ് കയറിപ്പോയി കിടക്കുമായിരുന്നു. പിന്നെ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് പിന്നെ ഞാനൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഇവർക്ക് എന്തെങ്കിലും വേണമല്ലോ. ഉച്ചയ്ക്ക് ചപ്പാത്തിയും കൊണ്ട് നിന്നല്ലേ. അപ്പം ചിന്തിച്ചോണ്ടേ ഞാൻ പിന്നെ റീച്ചാണ് തുടങ്ങിയ ജിയോ മാർട്ടിൽ നിന്ന് ബിരിയാണി റൈസ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇതുപോലെ നാളെ ഉണ്ടാക്കിയതുപോലെ ചൈനീസ് ചിക്കൻ ഇല്ലായിരുന്നു, മുട്ടയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. പിന്നെ വൈകുന്നേരമാണ് എണീറ്റ് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി ചീനച്ചട്ടി ഉരുളി വെച്ചിട്ട് ഓയിലൊഴിച്ച് വട്ടത്തിലരിഞ്ഞ് വെളുത്തുള്ളിയിട്ട് അന്നത്തെ റെസിപ്പി നിങ്ങൾ കണ്ടായിരുന്നല്ലേ. അതുപോലെ ഇന്ന് ചിക്കൻ ഞാൻ ഇട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ. ഇതാകുമ്പം ഇതും ഇവന്മാർക്ക് ഇഷ്ടം. പക്ഷേ അന്ന് എനിക്ക് വയ്യായിരുന്നു, അങ്ങനെ അധികം കൂട്ടാനും കറിയും വെക്കണ്ടായിരുന്നെങ്കിലും ഇവന്മാരിന്ന് സന്തോഷമായിരുന്നു. ഉച്ചയ്ക്ക് ഇവന്മാർക്ക് മുട്ട ഉണ്ടായിരുന്നു, വൈകിട്ടും അവർക്ക് ഇഷ്ടമുള്ള ബിരിയാണി റൈസ് കൊണ്ടുള്ള ഇത്. അപ്പം പോൾ പറയും, മമ്മി എന്തിനാ മമ്മി ഇങ്ങനെ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇതിൻ്റെ കൂടെയും മോരുകറി ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ. അവൻ ഇതിൻ്റെ കൂടെയും അവൻ പറയാം ഇച്ചിരി മോരുകറിയും കൂടെ ഒഴിച്ചായിരുന്നു എനിക്ക്. ഇങ്ങനെ വയ്യാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ കിസ്മത്ത് ചെയ്യുന്നുണ്ടേ അവർക്കും സന്തോഷം, നമ്മുടെയൊക്കെ കുത്തിരി കടന്ന് ചെയ്യുകയും വേണ്ട. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ളത് ഇഷ്ടമല്ല. എനിക്കൊരു ഇച്ചിരി മീൻചാറും ചോറും അങ്ങനെ ഉണ്ടെങ്കിൽ മതി, അങ്ങനെയുള്ള. പിന്നെ ഞാൻ പറഞ്ഞില്ല വൈകിട്ട് എനിക്കിത് ഉണ്ടാക്കിയിട്ട് എനിക്കിതും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ രാത്രി ഞാനൊരു ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി തിന്ന്, ഈ നമ്മുടെ റവയും കൊണ്ടുള്ള. ഇവന്മാർക്ക് ആ റവയും കൊണ്ട് ഇവന്മാർക്കെന്ന് പറയാൻ കൊച്ചവൻ ചിലപ്പം തോന്നുവാണെങ്കിൽ കഴിക്കും. ഇപ്പോഴും അതിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് റവ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ അങ്ങനെ ഇരിക്കും. വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതേ ഉള്ളൂ. എനിക്ക് പക്ഷേ റവ ഉപ്പുമാവ് അന്ന് ഇച്ചിരി ലിക്വിഡായിട്ട് ഉണ്ടാക്കിയ ടൈപ്പല്ല, നമ്മുടെ നാട്ടിലുണ്ടാക്കത്തില്ലേ നമ്മൾ സോഫ്റ്റ് ഉപ്പുമാവ്, ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ, ആ ടൈപ്പാണ് എനിക്കിഷ്ടം. ഞാനന്ന് എൻ്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ആ റവ വറക്കാൻ നേരം ഇത് നമ്മുടെ ചോളം പൊടി ഉണ്ടായിരുന്നല്ലേ, ചോളത്തിൻ്റെ പൊടി, അതും 2 ടീസ്പൂൺ ഇട്ട് അതുകൂടി ഇട്ട് വറുത്തിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കിയത്. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ ചോളത്തിൻ്റെയും കൂടെ ആയതുകൊണ്ട്. എനിക്കങ്ങനെ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ്, ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ഇട്ടാണ്. ഇവന്മാർക്ക് അതൊക്കെ ഇടുവാണെങ്കിൽ താല്പര്യമില്ല. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇത്തിരി ഉഴുന്ന് പരിപ്പും എല്ലാം ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. ഇച്ചിരി കപ്പലണ്ടി ഉണ്ടായിരുന്നു, കപ്പലണ്ടിയൊക്കെ ഇട്ട്. അപ്പം നമുക്ക് പഴമൊന്നും ഇല്ലെങ്കിലും അത് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൽ കുറച്ച് പച്ചക്കറികൾ, ക്യാരറ്റ്,
കാബേജ്, ഇച്ചിരി ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടൊന്ന് വഴട്ടിയെടുത്തിട്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ സെപ്പറേറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചായിരുന്നു. ഈ ജിയോ മാർട്ടിൽ ചില സാധനങ്ങൾ നമുക്ക് ലാഭത്തിൽ കിട്ടും. ലാഭത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ടിങ് പ്രൈസ് ഇപ്പം ബിരിയാണി റൈസ് ഈ ലൂസ് വാങ്ങിക്കുന്നത് 120. ഇപ്പം ജിയോ മാർട്ടിൽ നിന്ന് റേച്ചാൻ വാങ്ങിച്ചത് 105 105 രൂപയായിരുന്നു തോന്നുന്നു. നല്ല റൈസായിരുന്നു, ഒന്ന് ഒട്ടിപ്പിടിക്കുക. പക്ഷേ 99 റുപ്പീസിന് വാങ്ങിച്ചത് അത് ഇച്ചിരി പശപ്പനായിരുന്നു. 105ൻ്റെതിന് നല്ലതായിരുന്നു, ഒരു ഒട്ടലും ഇല്ല, ഒന്നുമില്ല, നല്ല റൈസായിരുന്നു. അപ്പം ഞാനിതിൻ്റെ അകത്ത് മാഗി ക്യൂബ്, ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ ഈ സോയാ സോസ് ഇങ്ങനെ ഒഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഒത്തിരി ഒഴിച്ചത് കേട്ടോ, ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് വെച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ ആൾ വന്നോണ്ടേ അവൻ പറഞ്ഞു, മമ്മി ഇച്ചിരിയും കൂടെ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിക്കുന്നു. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് പിന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. ഞാനിതിൻ്റെ കൂടെ പിന്നെ പപ്പടം കൂടെ എണ്ണയിൽ വറുത്തെടുക്കുമായിരുന്നു, അല്ലാതെ ചുട്ടെടുക്കുമല്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇതിൽ ഇച്ചിരി ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒത്തിരി ഇല്ല, സ്വല്പം വിനാഗിരിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. അങ്ങനെ എന്തു വന്നേലും രാവിലത്തെയും ഉച്ചക്കത്തെയൊക്കെ ഒരു വിധത്തിൽ എല്ലാം കൂടെ തട്ടിക്കൂട്ടാമെന്ന് എനിക്ക് തോന്നിയാലും അവർ ഹാപ്പിയായിരുന്നു. അവർക്ക് 2 നേരവും നല്ല ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു. ഇത് പിന്നെ പിറ്റേന്ന് ടിഫിൻ കൊടുക്കാനൂടെ ഉള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. പ്രൈസമ്മന് ഇത് ഇങ്ങനെ തലേന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ അവനത് പിറ്റേന്ന് ടിഫിൻ കൊണ്ട് അറിയിച്ചാനും കൊച്ചിനും ടിഫിൻ ഇതാ കൊടുത്തു വിട്ടെ. അത് തണുത്തുടനെ ഞാൻ എടുത്തങ്ങ് അവരുടേതങ്ങ് സെപ്പറേറ്റ് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.